ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഡെമോൺസ്ട്രേഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിന് വാഷ് ടബ്, അതായത് തിരുമ്പാനുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തേത് കാണിക്കുന്നതാണ് അത് ഉണക്കാനുള്ള ടബ്. ഈ ഉണക്കാനുള്ള ടബ് പറഞ്ഞാൽ ഹൈ സ്പീഡ് മോട്ടറാണ്, അത് കറങ്ങുക. അതുകൊണ്ട് തന്നെ നല്ല സെക്യൂർ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന ടബിലേക്കാണ് നമുക്ക് ഡ്രസ്സ് ഇടാനുള്ളത്. അത് നമ്മൾ പിഴിഞ്ഞാലും ഇനി പിഴിഞ്ഞിട്ടില്ലെങ്കിലും അത് കുടഞ്ഞിട്ട് ഇടണം, അല്ലാതെ ടൈറ്റാക്കി വെക്കരുത്. ലൂസായി നിൽക്കണം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ അതിന് ഒരു സേഫ്റ്റി ഇതാണ് ഇപ്പോൾ ഇട്ടുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഡ്രസ്സിന് അഥവാ നമ്മൾ സ്പീഡ് കറങ്ങുന്ന സമയത്തും അത് കുടുങ്ങി നിൽക്കും, ഇപ്പോൾ ഈ കാണുന്നത് പോലെ. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു എക്സ്ട്രാ ഡോറാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഡോറുള്ളത്. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ ഡോറ് അടിച്ചാൽ മാത്രമേ അത് കറങ്ങുകയുള്ളൂ. അതേപോലെ 2 മിനിറ്റൊക്കെ കറക്കിയാൽ മതിയാവും സാധാരണ ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. മാക്സിമം 5 മിനിറ്റ് വരെ കറക്കിയാൽ പിന്നെ നന്നായിട്ട് ഉണങ്ങും. അതേപോലെ ഇപ്പം ഇത് തിരുമ്പാനുള്ളതാണ്. നമുക്ക് ഇതൊക്കെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ വെള്ളം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിപ്പം ഇപ്പോൾ കാണിക്കുന്നതാണ്. അത് ലോ, മീഡിയം, ഹൈ ഇങ്ങനെ 3 ഓപ്ഷൻസാണ് വരുന്നത്. ഇനി അതിനായിട്ടും കുറച്ചുകൂടി വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഡോറ് അടിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കതിലേക്കുള്ള വെള്ളം അത് ടാപ്പിൽ കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഓണാക്കുക ചെയ്യേണ്ടത്. അതാണ് കാണിക്കുന്നത്. അതാണ് ഇതുള്ളത്. അത് പിന്നെ വാഷ്, അതേമാതിരി സ്പിന്നർ ടബിലേക്ക് വെള്ളം സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണ്. അത് വാഷിലേക്ക് ഇട്ടാൽ മാത്രമേ വാഷ് ടബിലേക്ക് ചാടുള്ളൂ. സ്പിന്നിലേക്ക് ഇട്ടാൽ സ്പിന്നത്തെ ടബിലേക്കാണ് ചാടുക. അത് അതിൻ്റെ വാഷ് ടൈമറാണ്, തിരുമ്പാൻ എത്ര മിനിറ്റ് തിരുമ്പണം എന്നുള്ള ഓപ്ഷനാണ്. അതേപോലെ അതിന് സോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് 40 മിനിറ്റ് കുതിർത്ത് ഇടണം എന്നുണ്ടെങ്കിലുള്ള ഓപ്ഷനാണത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. അതിനുശേഷം പിന്നെ തിരുമ്പും ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷനാണ് 3 ഓപ്ഷനായിട്ട് തിരുമ്പാൻ പറ്റും. ഒന്ന് ജെൻറ്റിൽ, അതേപോലെ നോർമൽ, അതേമാതിരി സ്ട്രോങ്. അതിനുശേഷം ഇതാണ് ഡ്രെയിന്. അതേമാതിരി വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഡ്രെയിൻ കിട്ടുകഴിഞ്ഞാൽ അതിലുള്ള വെള്ളം ഫുള്ളായിട്ട് പുറത്തേക്ക് പോകും. നമ്മൾ തിരുമ്പുന്ന സമയത്ത് അത് വാഷ് എന്നുള്ളതിലാണ് വേണ്ടത്. അതേപോലെ ഇതാണ് അതിൻ്റെ സ്പിൻ ടൈമർ. അത് നമുക്ക് 2 മിനിറ്റ് ഇട്ടാൽ തന്നെ ഏകദേശം ഉണങ്ങും. ഇല്ലെങ്കിൽ അത് 10 മിനിറ്റ് വരെ ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ബസറുള്ള സിസ്റ്റമാണ്. അത് ലാസ്റ്റ് തീരാൻ സമയത്ത് ബെല്ലടിക്കും. ഈ വാഷിംഗ് മെഷീൻ വില കുറവാണ് ബാക്കിയുള്ള വാഷിംഗ് മെഷീനെ അപേക്ഷിച്ചിട്ട്. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അതിനുശേഷം പിന്നെ കുറച്ചുകൂടി ചെറിയ ഡ്രസ്സുകൾ ഇടാൻ പറ്റും. വളരെ കുറവാണ്. എടുത്തതിന് ശേഷം അതേപോലെ തന്നെ പിന്നെ കഴിഞ്ഞാൽ തന്നെ നന്നാക്കാനൊക്കെ കുറച്ചുകൂടി ചെറിയായിട്ടുള്ള ഉണ്ടെങ്കിൽ ഇടാൻ പറ്റും. അപേക്ഷിച്ച് അങ്ങനെ ഒരു ഗുണം വളരെ കുറവാണ്. കാര്യം ഇതിന് പിന്നെ വില കുറവാണ്. വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക്കിനെ നല്ല ഡ്രസ്സുകളെയും കുറവാണ്. അതിനുശേഷം നമുക്ക് ആ വെള്ളത്തിൽ തന്നെ കമ്പൈൻസ് വളരെ കുറവാണ്. നന്നാക്കാനാണെങ്കിൽ കുറഞ്ഞ പൈസ ഡാർക്ക് ഡ്രസ്സുകളും. കാരണം അതിനുശേഷം ഒന്നുകൂടി ചളിയായിട്ടുള്ളതും നല്ല മദർ ബോർഡ് വരുന്ന ബോർഡുകളൊന്നും ഇതിൽ വരുന്നില്ല. അങ്ങനെ അത് ഒരൊറ്റ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ. അതേപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഒറ്റ വാഷ് അത് ഇട്ട് കഴിഞ്ഞാൽ അത് ഫുൾ ഒറ്റ ഓപ്ഷനായി തീരുന്നത്. നമുക്ക് രണ്ടാമത് അങ്ങനെ ഒരു ഇത് ഇടാനുള്ള ഒരു ഓപ്ഷനൊന്നും നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള ഗുണങ്ങൾ ഈ വാഷിംഗ് മെഷീനുണ്ട്. ഓക്കെ, താങ്ക് യു.